നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്താണ് ഫൈബ്രോമയാൾജിയ എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് തന്നെ പലരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ ലക്ഷണങ്ങളോടുകൂടി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റം അമിതമായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ആവുകയും സാധാരണയായിട്ടുള്ള ഒരു സ്റ്റിമുലൈ പോലും ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ നമ്മുടെ പെയിൻ സിഗ്നൽസിനെ അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. സിവിയർ ആയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സിവിയർ ആയിട്ടുള്ള മസിൽ പെയിനും സന്ധികളുടെ പെയിനുമാണ് ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഫൈബ്രോമയാൾജിയ എന്ന രോഗനിർണയം നടത്താൻ കാലതാമസം വരും. കാരണം ഇത് ടെസ്റ്റുകളിലൂടെ ഒന്നും കണ്ടെത്താൻ സാധിക്കാറില്ല. ഫൈബ്രോമയാൾജിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു വശത്തോ ഒരു ഭാഗത്തോ പെയിൻ തുടങ്ങി ശരീരം മുഴുവൻ സിവിയർ ആയിട്ടുള്ള പെയിൻ വരുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ദേഹം കഴയ്ക്കുക, ദേഹം പുകച്ചിലെടുക്കുക, നംനെസ് വരിക, മസിൽസിൽ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ സിവിയർ ആയിട്ടുള്ള പെയിൻ വരിക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അമിതമായിട്ടുള്ള ക്ഷീണം വരിക, ഇതിനോടൊപ്പം തന്നെ വിഷാദം, അമിത ദേഷ്യം, ഇറിറ്റേഷൻ ഇവയൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ബ്രെയിൻ ഫോഗ്, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ രാത്രിയിൽ ഉറങ്ങിയാൽ പോലും പകൽ മുഴുവൻ ക്ഷീണം അനുഭവപ്പെടാം, ഓർമ്മക്കുറവ്, പീരിയഡ്സിന്റെ സമയത്തൊക്കെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, മൈഗ്രെയിൻ പോലുള്ള അവസ്ഥകൾ വരാം. ഇതിനോടൊപ്പം തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ അവസ്ഥകൾ, അതായത് കുടൽ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ ഇതോടൊപ്പം കണ്ടുവരാറുണ്ട്. അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ക്ഷീണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നീണ്ടു നിൽക്കുന്ന ക്ഷീണം കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി, വിഷാദം ഇവയൊക്കെ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ഫൈബ്രോമയാൾജിയ ഉണ്ടാവുന്നത് എന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ബ്രെയിനിൽ നിന്ന് പെയിൻ നിയന്ത്രിക്കുന്ന ചില ന്യൂറോ കെമിക്കൽസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ ഇത്തരം രോഗാവസ്ഥ ഉള്ളവരിൽ കണ്ടുവരാറുണ്ട്. ഫൈബ്രോമയാൾജിയ പൊതുവെ സിവിയർ ആയിട്ടുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ആഘാതങ്ങൾ വന്നതിന് ശേഷം ഫൈബ്രോമയാൾജിയ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സിവിയർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസിസ് അല്ലെങ്കിൽ SLE പോലുള്ള അവസ്ഥകൾ, ഇത്തരം റുമാറ്റിക് സംബന്ധമായ അസുഖങ്ങളുടെ അനുബന്ധമായിട്ട് ചിലപ്പോൾ ഫൈബ്രോമയാൾജിയ കണ്ടുവരാറുണ്ട്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, യോഗ പോലുള്ള പ്രാക്ടീസ്, ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, സ്ട്രെസ് കുറയ്ക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഇവയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്താണ് ഫൈബ്രോമയാൾജിയ എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് തന്നെ പലരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ ലക്ഷണങ്ങളോടുകൂടി കണ്ടുവരുന്ന ഒരു